Hello guys, it's me, Mallu GT Gamer. Guys, നമ്മുടെ മല്ലു ജി ടി ഗെയിം എന്ന ചാനലിലെ എപ്പിസോഡ് 13 എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അയ്യോ റാപ്പ് പാടിയൊന്നുമില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസിൽ എപ്പിസോഡ് 13 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊന്ന് ഫോർട്രസ് കണ്ടുപിടിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ വെറൈറ്റിക്ക് വേണ്ടി പാടത്ത് വെച്ചിട്ട് ഇൻട്രോ എടുത്തതാണ്. ഇവിടുത്തെ മറ്റേ സംഭവം പൊട്ടിപ്പോയി, നമുക്കിനി വരുമ്പോൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ മെയിൻ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്രസ് കണ്ടുപിടിക്കാനുള്ളതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 100 സബ്സാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് കൊണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ ലെറ്റ്സ് പ്ലേ സീരീസ് ഒരു 15ാമത്തെ എപ്പിസോഡ് കൂടി നിർത്താനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്താ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കടക്കാം ഗൈസ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും നോയ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് അമ്പലത്തിൽ ഉത്സവങ്ങളൊക്കെ നടക്കുകയാണ്, അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ നല്ല സപ്പോർട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് നെതറിൽ പോയി ഫോർട്രസ് കണ്ടുപിടിക്കാനുള്ളൊരു പരിപാടി. അപ്പോൾ നമ്മുടെ ഡോഗി കുട്ടനെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഡോഗി കുട്ടൻ്റെ ഒരു പേര് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബ്രോ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നെയിം ടാഗ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡോഗി കുട്ടനെ കൊണ്ട് നമുക്ക് നമ്മുടെ ട്രെയിനിങ് ഹാളിലോട്ട് പോയി ആൻവിലിൽ പേരിടും. അപ്പോൾ പേര് സജസ്റ്റ് ചെയ്തിരിക്കുന്ന ബ്രോ ലീഫ് മാസ്റ്റർ എന്ന് പറയുന്നൊരു ബ്രോയാണ്. അപ്പോൾ ഈ പില്ലറൊക്കെ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. പില്ലർ അത് വേറെ ആവശ്യം, ഡോഗി വാടാ. അപ്പോൾ ഈ ഒരു പേര് സജസ്റ്റ് ചെയ്ത ബ്രോ ലീഫ് മാസ്റ്റർ എന്ന് പറയുന്നൊരു യൂട്യൂബറാണ്. അപ്പോൾ ആ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിക്സൺ എന്നാണ് ഈ പേര്. അപ്പോൾ ഡിക്സൺ അത് കുറച്ച് വലിയ പേരാണ്. ഞാൻ ഒരു റാൻഡം സബ്സ്ക്രൈബറിനെ കൊണ്ട് തിരഞ്ഞെടുപ്പിച്ചതാണ്. 11 പേരാണ് 11 പേരുകളാണ് ആ ഒരു കമൻറ്റ് ബോക്സിൽ കണ്ടത് പട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പേരിൽ നിന്ന് ഒരു റാൻഡം സബ്സ്ക്രൈബർ തിരഞ്ഞെടുത്ത പേരാണ് ഈ ഒരു ഡിക്സൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇത് കുറച്ച് വലിയ പേരാണ്. എന്തായാലും ഞാൻ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞുകൊണ്ട് അത് തന്നെ എടുത്തു. അപ്പോൾ നമ്മൾ നെയിം ടാഗിൽ മാറ്റിയിട്ട് നമുക്ക് ഡിക്സൺ എന്ന് പേരാക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേര് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഡിക്സൺ, അപ്പോൾ നമുക്ക് ഇവനെ ഡിക്കു എന്ന് വിളിക്കാം. ഡിക്കു. ഓക്കെ, ഡിക്സൺ ബാടായി. അപ്പോൾ ഇവൻ നല്ല ക്യൂട്ടല്ലേ ഗൈസ്. ഉണ്ടാകും 2 ഇതുണ്ട് കണ്ണിൻ്റെ 2 പിക്സൽ. അപ്പോൾ നമുക്കിനി എന്തായാലും ഇവനെയും കൊണ്ട് നമുക്ക് നേരെ വീട്ടിലാക്കിയിട്ട് നമുക്ക് നേരെ നെതറിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി നെതറിൽ പോയിട്ട് ഫോർട്രസ് കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ ഫോർട്രസ് കണ്ടുപിടിച്ചിട്ട് ബ്ലേസിനെ കൊന്ന് കുറച്ച് ബ്ലേസ് റോഡ് ഒപ്പിക്കണം. മിക്കവാറും ഞാൻ ചാവാൻ ചാൻസ് ഉണ്ട്. ചത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് എമറാൾഡ് ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പുതിയ ആർമറും ടൂൾസും ഒക്കെ സെറ്റാക്കിയിട്ട് വീണ്ടും നെതറിലോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അത് തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. മിക്കവാറും ഞാൻ ചാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. എനിക്ക് ഏകദേശം ഉറപ്പായി ചാവുമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഫോർട്രസ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇത് ഫോർട്രസ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നെതറൊന്ന് എക്സ്പ്ലോർ ചെയ്ത് വേറെ വല്ല ബയോമും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ 15ാമത്തെ എപ്പിസോഡിൽ നമ്മളെന്തായാലും ഈ ഒരു സീരീസ് എന്താക്കുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഈ ഒരു പില്ലേഴ്സ് എന്തിനാണെന്ന് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വേൾഡിൽ ഉണ്ടാക്കിയ എല്ലാ സാധനത്തിൻ്റെ ചുറ്റും ഒരു റെയിൽവേ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പില്ലേഴ്സൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ബട്ട് എനിക്കിപ്പോൾ താല്പര്യമില്ല. കാരണം ഈ ഒരു വേൾഡ് എനിക്കിപ്പോൾ കളിക്കാൻ തന്നെ താല്പര്യമില്ല. ബിക്കോസ് നമ്മുടെ ട്രേഡിംഗ് ഹാള് ഫുള്ള് ബഗ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേൾഡ് കുറച്ച് ഡ്രാഗനെ കൊന്നിട്ട് അപ്പം തന്നെ തീർക്കാമെന്നാണ്. പൊട്ടറ്റോയും നമ്മുടെ ഫുഡും ഡേർട്ടും ലൈറ്റും മതി. ബെഡും വാട്ടർ ബക്കറ്റും മറ്റേ പിക്കാക്സും ബക്കറ്റും വേണ്ട. ബിക്കോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെതറിൽ വാട്ടർ വർക്കാവൂല. അത് മാത്രമല്ല ബെഡ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയാതെ രാത്രിയൊന്നുമല്ലോ അതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച് ചത്തും. അപ്പോൾ എന്താ നമ്മൾ നെതറിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ രാത്രിയായിട്ടുണ്ട്. രാത്രി ആവാറായില്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബെഡ് എടുത്തുകൊണ്ട് വരാം ഗൈസ്. ബെഡ് എടുത്തുകൊണ്ട് വന്ന് ഗൈസ് ഇപ്പോൾ നമ്മളിവിടെ ബെഡ് സെറ്റ് ചെയ്ത് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. നമ്മൾ നെതറിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ബെഡ് റോക്ക് എഡിഷനാണ് കളിക്കുന്നതെങ്കിൽ നെതറിലോട്ട് പോകുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കാം. നിങ്ങൾ ഒരു ഡേർട്ട് ഹൗസ് നെതറിൻ്റെ അതായത് പോർട്ടലിൻ്റെ തൊട്ട് സൈഡിലുണ്ടാക്കിയിട്ട് അവിടെ ബെഡ് വെച്ച് റീസ്പോൺ സെറ്റ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ചാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഗൈസ്. അനുഭവത്തിൻ്റെ വെളിച്ചപ്പടി എന്ന് പറഞ്ഞാണ്. ഞാൻ പണ്ട് കുറേ തവണ ഇങ്ങനെ ചത്തിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ബെഡ് വെച്ച് ഇവിടെ റീസ്പോൺ സെറ്റ് ചെയ്തേക്കാം. അപ്പോൾ എന്താ നമുക്ക് നെതറിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ നെതറിലോട്ട് പോകുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ട് പോവുക. കാരണം അവിടെ മറ്റേ പിഗ്ലിൻ വല്ലതും ഉണ്ടെങ്കിൽ അവൻ്റെ അടി കൊണ്ട് ചാവണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നെതറിലോട്ട് പോവാം.
അപ്പോൾ ബെഡ്റോക്ക് എഡിഷൻ ആയതുകൊണ്ട് തന്നെ നെതർ കയറാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു മൾട്ടിപ്ലെയർ സെർവറിൽ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ MC ലൈഫ് എന്ന് പറയുന്നൊരു SMB സെർവറുണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സെർവറിൽ കളിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റഗ്രാമിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ആ ഒരു സെർവറിൽ കളിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടാൻ മറക്കല്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സെർവറിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സെർവറിൻ്റെ അഡ്മിനാണ് ഞാൻ. അപ്പോൾ നമ്മൾ നെതറിലെത്തി ഗൈസ്. അപ്പോൾ ബാക്കി പിന്നെ പറയാം. പന്നിയൊക്കെ ഇവിടെ നിൽക്കുന്ന ഗൈസ്. എൻ്റെ ദൈവമേ. കുഴിയിലേക്ക് ഓക്കെ ചത്ത് ഗൈസ്. അപ്പോൾ നമ്മൾ ഫോർട്രസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ചത്ത്. അപ്പോൾ മിക്കവാറും ഈ വീഡിയോ ഇപ്പോൾ എൻ്റെ ആവും കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്ക് വീഡിയോ എത്ര മിനിറ്റ് ഉണ്ടെന്ന്. ഇപ്പോൾ തീരുമെങ്കിൽ ഇപ്പോൾ എൻ്റെ ആവും. പിഗ്ലിന് അവര് പോയെന്ന് തോന്നുന്നു ഗൈസ്. ഒരു ബോ അയ്യോ ദൈവമേ, ഒരു പടയായിട്ട് വരുന്നു. ഒരു ബോ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എല്ലാം അയ്യോ ദൈവം. അയ്യോ ഗൈസ് ചത്ത്. അവന്മാർ തമ്മിൽ അടി കൂടുന്നു ഗൈസ്. അതായിരിക്കും നല്ലത്. അവന്മാർ തമ്മിൽ അടി കൂടിട്ട് നമുക്ക് ചാടി അടിക്കാം. ഷീൽഡ് ഉള്ളതുകൊണ്ട് ഭാഗ്യം ഗൈസ്. ചാടി അടിച്ച് അനദർ വൺ. നമ്മുടെ ഷീൽഡ് മെൻ്റാവും ഗൈസ്. യവന്മാരുടെ ഒരു XP ഉള്ളതുകൊണ്ട്. യവന്മാർ കൂട്ടയടി ചാവ്. നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി അടിച്ചാൽ ഹെൽത്ത് ഇല്ല ഗൈസ്. നമുക്ക് പൊട്ടറ്റോ കഴിക്കട്ടെ. ഞാൻ ഗോൾഡ് ഇടാൻ മറന്നുപോയി ഗൈസ്. വെറുതെ അല്ല യവന്മാർ എന്നെ വളഞ്ഞിട്ട് അടിക്കുന്നത്. ഗോൾഡ് ഇടാൻ മറന്നുപോയി. ഓക്കെ ഡൗൺ 1 ഡൗൺ 2 ഡൗൺ. ഓക്കെ സെറ്റ്. നമ്മൾ ഗോൾഡ് ഇടാൻ മറന്നുപോയി. അപ്പോൾ സോഡൊക്കെ മെൻ്റായി. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യും. നമുക്കിനി നേരെ പോയിട്ട് ഗോൾഡ് ഇട്ടിട്ട് വരാം ഗൈസ്. ഒരു കില്ലാടി ക്രോസ് ബോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ ഗോൾഡ് ഇട്ടിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഗോൾഡ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഗോൾഡ് ഹെൽമെറ്റ് ഇട്ട് കണ്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പിഗ്ലിൻസ് എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും ഗൈസ്. ഇനി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി നേരെ എന്തായാലും പോവാം. അപ്പോൾ ഞാൻ കണ്ടോ പിഗ്ലിൻ നമ്മളൊന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ സെർവറിൻ്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ ഒരു ലാവാ പൂളുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു കേവും ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും. ഈ ഒരു വാട്ട് അതെന്താ ബ്ലേസാണോ അത്? നിൽക്കേ ഞാൻ സൂം ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ സൂം ചെയ്ത് കാണിച്ചാൽ ഗൈസ്. ബ്ലേസ് ഫോർട്രസ് ദൈവമേ ഗൈസ്. എനിക്ക് ഭയങ്കര ലക്കാണെന്ന് തോന്നുന്നു. ട്രെയിനിങ് ഹാളിൻ്റെ കാര്യത്തിൽ ലക്കില്ലെങ്കിൽ ഈ ഫോർട്രസിൻ്റെ കാര്യത്തിൽ ഭയങ്കര ലക്കാണെന്ന് തോന്നുന്നു. നമുക്ക് ഓക്കെ പിഗ്ലിനെ അടിച്ചിടാം. ഓക്കെ പിഗ്ലിൻ ഡൗൺ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുവഴി പോകണ്ട. സേഫല്ല. അപ്പോൾ നമുക്ക് വേറെ വല്ല വഴി ഉണ്ടോ എന്ന് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് വേറെ വല്ല വഴി എന്നാലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇവിടെ കാണുമെന്ന്. നമ്മുടെ ഫോർട്രസ് ഞാൻ വിചാരിച്ച് കുറേ ദൂരത്ത് പോകണമെന്ന്. എന്തായാലും നമുക്ക് കുറച്ചൊരു 10 എത്ര പ്ലേസ് റോഡ് വേണം ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. 12 ഒരു 16 ഒരു 16 കുഴപ്പമില്ല. 16 കുഴപ്പമില്ലെങ്കിൽ അപ്പോൾ 12 8 ഓക്കെ ഒരു 10 പ്ലേസ് റോഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത് ഗൈസ്. 10 പ്ലേസ് റോഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് എന്തായാലും ഗൈസ് ഇവിടെ ഒരു ഫോർട്രസ് ഉണ്ട് ഗൈസ്. ഇവിടെ ഒരു ഫോർട്രസ് ഉണ്ടെന്നല്ല, ആ ഫോർട്രസിൻ്റെ ഒരു ബിൽഡിങ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൈഡിൽ കൂടെ കുഴിച്ചു പോവാം. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. എന്ത് കഥ പറയും? ഞാൻ എൻ്റെ പണ്ടത്തെ കാലത്തൊരു കഥ പറഞ്ഞുതരാം. പണ്ടത്തെ കാലത്ത് ഞാൻ ഇപ്പോൾ ഉത്സവമൊക്കെ നടക്കുന്നതുകൊണ്ടാണ് എനിക്കൊരു കഥ ഓർമ്മ വന്നത്. പണ്ട് നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ഉത്സവത്തിന് കസിൻസ് എല്ലാവരും ഉത്സവത്തിന് ഒത്തുകൂടുമായിരുന്നു. എല്ലാവരും ഫാമിലി വീട്ടിലൊക്കെ ഒത്തുകൂടുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കുഴിച്ചു പോവാം, ഒത്തുകൂടുമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ഗെയിമൊക്കെ കളിക്കുമായിരുന്നു. ഞാൻ ഇപ്പോൾ ഇതിനകത്തോട്ട് ചാടാൻ പോയായിരുന്നു. അവിടെ പിഗ്ലിൻ കുട്ടന്മാരൊക്കെ ഉണ്ട്. ഇത് ബാസ്റ്റിൻ അല്ലല്ലോ, ഫോർട്രസ് തന്നെയല്ലേ. ബാസ്റ്റിനാണെങ്കിൽ ചത്ത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കുറേ ഗെയിംസൊക്കെ കളിക്കുമായിരുന്നു. ലൂഡോയും ഒളിച്ചുകളിയും പിന്നെ പല പല ഗെയിംസൊക്കെ കളിക്കുമായിരുന്നു. ഇപ്പോൾ ഉത്സവത്തിൻ്റെ പാട്ട് കേട്ടുകൊണ്ടാണ് എനിക്ക് ആ ഒരു നൊസ്റ്റാൾജിയ അടിക്കുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ കസിൻസിൻ്റെ കൂടെയൊക്കെ കളിക്കാറുണ്ടെന്ന് നിങ്ങൾ പറയാം. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ വെക്കേഷൻ തുടങ്ങാൻ പോവാണ് ഗൈസ്. ഇപ്പോൾ ചത്തേനെ കേട്ടോ ലാവയിൽ. ഇപ്പോൾ യവന്മാർ നമ്മുടെ കൂട്ടുകാരന്മാരായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അടേ ഗോൾഡ് വേണോടാ?
ഗോൾഡ് വേണോ? വേണ്ടെന്ന്. യവന്മാരെ നമ്മളൊന്നും ചെയ്യില്ല. അവന്മാരെ അടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഷീൽഡ് പിടിച്ച് വിതർ സ്കെൽട്ടൻ. എന്താടാ ഷീൽഡ് ഉണ്ടോ എൻ്റെ കയ്യിൽ? ഷീൽഡ് മിക്കവാറും ഇപ്പോൾ പൊട്ട്. അനദർ വൺ. അടി. ഓക്കെ, 1 വിതർ സ്കെൽട്ടൻ 2 അടിക്ക് ചാവോ? അയ്യേ, എൻ്റെ സോഡിൻ്റെ പവറായിരിക്കും ഗൈസ്. വിതർ സ്കെൽട്ടൻ 2 അടിക്ക് ചാവും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ നമുക്ക് ഡേർട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ വേറെ വിതർ സ്കെൽട്ടനും കൂടെ വരും ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഫുഡ് അടിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഇനി അധികം സംസാരിക്കുന്നില്ല ഗൈസ്. നിങ്ങളൊരു BGM ഇട്ട് ഇതൊന്ന് കണ്ടു നോക്ക്. ഗൈസ്, ഇപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട്. സ്കെലട്ടൻ അനദർ സ്കെലട്ടൻ. അപ്പോൾ നമുക്ക് ഷീൽഡ് പിടിച്ചുകൂടെ നിൽക്കാം. സ്കെലട്ടൻ ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കെലട്ടനെയും തീർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ബ്ലേസിനെ കണ്ടു ഗൈസ്. ബ്ലേസിനെ കുറച്ച് കൊന്നു. അപ്പോൾ ഇവിടെ ചെസ്റ്റ് ഇരിപ്പോൾ സ്കെലട്ടൻ അനദർ സ്കെലട്ടൻ. ഓക്കെ, അവൻ ചത്തു. 1 ഡൗൺ ആയില്ലേ? ഡൗൺ. ഓക്കെ, വേറൊരു ചെസ്റ്റും കണ്ടു. അപ്പോൾ നമ്മൾ ഈ ഒരു ചെസ്റ്റ് ഫുൾ ലൂട്ട് ചെയ്തിട്ട് പോവാം. നമുക്ക് ഇവിടുന്ന് ട്രിമ്മ് കിട്ടും ഗൈസ്. ദൈവമേ, ഇവിടെ 2 സ്കെലട്ടൻ. ഓക്കെ 3 സ്കെലട്ടൻ. എല്ലാം ഇപ്പോൾ ഓക്കെ. ബാക്കിൽ എടുത്തിട്ടുണ്ട് വെറുതെ ഇല്ല. ഞാൻ വിചാരിച്ചു ബാക്കിലായിരുന്നു. ഒരു ബ്ലേസിൻ്റെ അണ്ണാക്കി കയറി അടിക്കാം ഗൈസ്. പക്ഷെ ബ്ലേസിൻ്റെ അണ്ണാക്കി കയറി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാമേജ് അടിക്കും. എൻ്റെ ഷീൽഡ് മിക്കവാറും ഇപ്പം തന്നെ പൊട്ടും കേട്ടോ. ഷീൽഡ്, ഞാൻ ഉള്ള കാര്യം പറയാം. ഷീൽഡ് 2 ബ്ലേസ് റോഡ് കിട്ടി. ഇപ്പോൾ ചാവും. ഓക്കെ, സ്കെൽട്ടൻ ഡൗൺ. നെതർ വാട്ടൊക്കെ നമുക്ക് അടുത്ത ദിവസം വരുമ്പോൾ എടുക്കാം. അടുത്ത ദിവസമല്ല, കുറച്ച് കഴിയുമ്പോൾ വരുമ്പോൾ. ഓക്കെ, അനദർ ബ്ലേസ്. അപ്പോൾ സോഡ്. നമ്മുടെ സോഡിന് ഭയങ്കര ശക്തി കേട്ടോ. ഷാർപ്പ്നെസ് 5 ഒക്കെ ഉള്ളതുകൊണ്ട്. ബ്ലേസ് ബാടാ. അവിടെ ബ്ലേസ് സ്പോണർ ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ. ബ്ലേസ് സ്പോണർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് ഇഷ്ടം പോലെ ബ്ലേസിനെ എടുക്കാൻ സാധിക്കും. ഇപ്പോൾ എത്ര കിട്ടി നമുക്കിത്? ഓക്കെ, നമ്മുടെ പിഗ്ലിനൊക്കെ അവിടെ നിൽപ്പുണ്ട്. എൻ്റെ ഷീൽഡ് പൊട്ടിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ഞാൻ ചാവും. ഇനി ഞാൻ ഇത്രയും വന്നിട്ട് ചാവുന്നത് ഒരു വിതർ സ്കെൽട്ടൻ. അത് എടാ, പിഗ്ലിനെ മാറണം, അല്ലെങ്കിൽ നീ ചാവണം. ചത്ത് 2 എണ്ണം കൂടെ ഒരുമിച്ചടിക്കണ്. ഷീൽഡ് പൊട്ടി ചത്ത് കഴിച്ചേ. ചത്ത്. എൻ്റെ ആർമറൊക്കെ അവിടെ കിടക്കുന്നു. ഗൈസ്, എന്തായാലും ഞാൻ ഇനി ഓഫ് ക്യാമറയിൽ പോയി വല്ല ബ്ലേസ് റോഡും എടുക്കാം ഗൈസ്. ഓഫ് ക്യാമറയിൽ പോയേ ബ്ലേസ് റോഡ് എടുത്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് വേൾഡ് അടിച്ചു പോയാ. രാത്രി. അപ്പോൾ എന്താ നമ്മുടെ ഇന്നത്തെ ലെറ്റ്സ് പ്ലേയുടെ എപ്പിസോഡ് നമുക്ക് ഉറങ്ങിയിട്ട് പറയാം. അപ്പോൾ എന്താ നമ്മുടെ ഇന്നത്തെ ലെറ്റ്സ് പ്ലേയുടെ എപ്പിസോഡ് ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ എന്താ നമുക്ക് അടുത്തൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്ര ഉള്ളൂ. ഞാൻ ഓഫ് ക്യാമറയിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം.